എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ പ്രോഡക്റ്റായ അക്വാ പി എച്ച് ബൂസ്റ്ററിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, പേര് പോലെ തന്നെ അക്വാ പി എച്ച് ബൂസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് വെള്ളത്തിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് എന്ന് പറയാനുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ്. നമുക്ക് വെള്ളത്തിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യുക വഴി നമ്മുടെ കൃഷിയിടങ്ങളിലെ പി എച്ചിനെയും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. കാരണം വെള്ളത്തിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്ത് ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കൃഷിയിടത്തിലേക്ക് നനയ്ക്കുമ്പോൾ നമുക്ക് കൃഷിയിടങ്ങളിലെ പി എച്ചും ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് പി എച്ച് എന്ന് മനസ്സിലാക്കണം അല്ലേ? അപ്പോൾ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. അതായത് ഹൈഡ്രജൻ അയോൺസ് ആണ്. അയോൺസ് എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൽ, അതായത് നമുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ കരയിലോ എവിടെയാണെങ്കിലും ഏത് സബ്സ്റ്റൻസിലുള്ള ഹൈഡ്രജൻ അയോൺസ് ആണ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അഥവാ പി എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പി എച്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇതിൻ്റെ എടുത്താലും, നമുക്കൊരു മനുഷ്യൻ്റെ കാര്യം എടുത്താലും മത്സ്യത്തിൻ്റെ കാര്യം എടുത്താലും കൃഷിയിടങ്ങളുടെ ഇതെടുത്താലും എവിടെ നമ്മളെടുത്താലും ഒരു പി എച്ച് ലെവലുണ്ട്. ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ലെവൽ. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ടിരിക്കേണ്ടത് നമുക്ക് പി എച്ച് എന്നാൽ എന്താണെന്നുള്ളതാണ്. അതിൻ്റെ ഡെഫിനിഷൻ നമ്മളിപ്പോൾ പറഞ്ഞു, അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. പക്ഷേ അത് എന്താണെന്ന് നമുക്ക് കാണണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അളവുകോലാണ്. അതായത് ഏതൊരു സബ്സ്റ്റൻസ് അത് അസിഡിക് ആണോ അതോ ബേസിക് ആണോ, അതായത് ക്ഷാരഗുണമുള്ളതാണോ അതെങ്കിൽ അമ്ല ഗുണമുള്ളതാണോ എന്ന് അളക്കുവാനുള്ള ഒരു അളവുകോലാണ് നമുക്ക് പി എച്ച്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്ററായിട്ട് നമ്മൾ ഒരു പി എച്ച് മീറ്റർ ഉണ്ട്. മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 0 മുതൽ 14 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് 7 സെൻട്രൽ നില അഥവാ ന്യൂട്രൽ നില. അപ്പോൾ 7 നിന്ന് താഴോട്ട് പോകും തോറും ഏത് സബ്സ്റ്റൻസിൻ്റെയും പി എച്ച് ആണ് ഞാൻ പറയുന്നത്. പി എച്ച് 7 നിന്ന് താഴോട്ട് പോകും തോറും ഏത് സബ്സ്റ്റൻസിൻ്റെയും അമ്ലഗുണം, അതായത് അസിഡിറ്റി കൂടി വരും. അപ്പോൾ 6 ആണെങ്കിൽ കുറച്ച് അസിഡിക് ആയിരിക്കും, 5 ആണെങ്കിൽ അതിലും കൂടുതൽ അസിഡിക് ആയിരിക്കും, 4 ആണെങ്കിൽ അതിലും കൂടുതൽ, അങ്ങനെ തന്നെ നമ്മൾ പി എച്ച് 7 നിന്ന് മുകളിലേക്ക് പോകും തോറും 14 വരെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൻ്റെ ക്ഷാരഗുണം, അതായത് അത് കൂടിയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ അമ്ല ക്ഷാരഗുണം അളക്കുവാനുള്ള ഒരു അളവുകോലാണ് പി എച്ച്. അപ്പോൾ നമ്മുടെ അക്വാ പി എച്ച് ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പി എച്ച് ന്യൂട്രൽ ആക്കാനായിട്ടുള്ള. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 7 നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ക്ഷാരവും 7 നിന്ന് താഴോട്ട് പോകുമ്പോൾ അമ്ല ഗുണമാവും. പക്ഷേ ഈ 7 എന്നുള്ളത് അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. ഏതിൻ്റെ പി എച്ച് മൂല്യം 7 അത് ന്യൂട്രൽ നില ഏറ്റവും പ്രധാനം. അതായത് നമ്മുടെ സൂക്ഷ്മജീവികൾ, ഉപകാരപ്രദമായ സൂക്ഷ്മജീവികളെല്ലാം വളരുന്നത്, നമുക്ക് ഉപകാരപ്രദമായുള്ളതും ഗുണകരമായുള്ള എല്ലാ സൂക്ഷ്മജീവികളും ഏത് ഫീൽഡിലും, അത് മനുഷ്യൻ്റെ ശരീരത്തിലാണേലും അതുപോലെ തന്നെ വെള്ളത്തിലാണേലും കൃഷിയിടങ്ങളിലാണേലും എല്ലാം ഏറ്റവും ഉപകാരപ്രദമായ സൂക്ഷ്മജീവികൾ വളരുന്ന ഒരു പൊസിഷൻ തന്നെയാണ് 7. രണ്ടാമത്തെ കാര്യം, ഈ 7 നിലനിർത്തിയ നമ്മൾക്കിപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഈ 7 നിലനിർത്തുന്ന പി എച്ച് 7 നിലനിർത്തുന്ന വെള്ളത്തിൽ ഹെവി മെറ്റൽസ് കലരത്തില്ല. അസിഡിക് ആയിട്ടുള്ള വെള്ളത്തിലാണ് ഹെവി മെറ്റൽസ് ഡിസോൾവ് ആകുന്നത്. അപ്പം ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ലെഡ് ഉണ്ട്, ആഴ്സനിക്, ക്രോമിയം, കോപ്പർ, അയൺ, മെർക്കുറി, കൊബോൾട്ട്, കാഡ്മിയം, അങ്ങനത്തെ കുറേ ഹെവി മെറ്റൽസ് ഉണ്ട്. അപ്പോൾ ഈ ഹെവി മെറ്റൽസ് നമുക്ക് വെള്ളത്തിൽ കലരുമ്പോൾ ആ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് പലതരം രോഗങ്ങൾ, ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ അങ്ങനെയുള്ള രോഗങ്ങൾ വരും. അതായത് നമ്മളുടെ പി എച്ച് കുറഞ്ഞത്, അതായത് അസിഡിക് ആയിട്ടുള്ള വെള്ളത്തിലാണ് ഈ ഹെവി മെറ്റൽസ് ഡിസോൾവ് ആകുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഉപദ്രവകരമായ ബാക്ടീരിയകൾ, ഫംഗസ്, വൈറസ് ഇവയെല്ലാം പി എച്ച് കുറഞ്ഞ വെള്ളത്തിലാണ് വളരുന്നത്. നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കോളിഫോം ബാക്ടീരിയാസ് വരുന്ന, അത് ശരിക്കും ഉണ്ടാകുന്നത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ചത്തൊടുങ്ങിയ ആ വേസ്റ്റും അതോടൊപ്പം തന്നെ മലമൂത്രങ്ങൾ അതുപോലത്തെ വേസ്റ്റ്, ഈ രണ്ടിൽ നിന്നാണ് കോളിഫോം ബാക്ടീരിയ, ഈ കോളി ബാക്ടീരിയ ഇവയെല്ലാം വെള്ളത്തിൽ കലരുന്നത്.
ഇതെല്ലാം വളരാനുള്ള pH ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7ൽ നിന്ന് താഴോട്ടൊരു 5.5 ആയിരിക്കും എപ്പോഴും അത് വളർന്നിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് pH നമ്മൾ 7ലാക്കുക. അങ്ങനെ 7ലാക്കി കഴിഞ്ഞാൽ അവിടെ ഇതൊന്നും വളരില്ല. അവിടെ അതിന് വളരാനുള്ള pH അല്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് 7ൽ വളരുന്ന ഒരു പറ്റം ബാക്ടീരിയാസോ അത് സൂക്ഷ്മജീവികളോ ആയിരിക്കും. പക്ഷെ 6ൽ വളരുന്നത് വേറൊരു പറ്റമായിരിക്കും. എന്നാൽ 5ൽ വളരുന്നത് വേറൊരു പറ്റം. അതായത് ഓരോ pHലും വളരുന്നത് ഓരോ ഗ്രൂപ്പ് ഓഫ് മറ്റേ ബാക്ടീരിയാസ്, വൈറസ്, അങ്ങനെ സൂക്ഷ്മജീവികളായിരിക്കും. അപ്പം ഞാൻ ഈ pH ബാലൻസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാന ഒരു കാര്യം, നമ്മളിപ്പോൾ pH നമുക്ക് ഉപകാരപ്രദമായുള്ള സൂക്ഷ്മജീവികളെ വളർത്തുന്ന ഒരു ഫീൽഡ് ആക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഹെവി മെറ്റൽസിനെ വലിച്ചെടുക്കുന്ന നമുക്കറിയാം, നമ്മൾ വെള്ളത്തിൽ നമ്മൾ ഈ pH കുറഞ്ഞ വെള്ളത്തിലേക്കാണ് നമ്മൾ ഹെവി മെറ്റൽസ് ഉണ്ട്, അത് അപ്പം തന്നെ അത് വെള്ളത്തിലേക്ക് കലരും. അതാണ് പ്രശ്നം. പക്ഷേ നമ്മൾ pH ഇപ്പം 7ലാണെങ്കിൽ അത് കലരാതെ അത് അടിയിൽ തങ്ങും. മനുഷ്യന് നല്ല രീതിയിൽ ജീവിക്കുവാനായിട്ട് മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ pH 7.35നും 7.45നും ഇടയ്ക്കായിരിക്കും. അതുപോലെ തന്നെ മത്സ്യം നല്ല രീതിയിൽ വെള്ളത്തിൽ വളരാനായിട്ട് വെള്ളത്തിൻ്റെ pH 7 ആയിരിക്കണം. കാരണം നമുക്ക് മത്സ്യകൃഷിക്കാർക്കറിയാം 7ൽ നിന്ന് പെട്ടെന്ന് താഴും. അതായത് ശക്തമായ മഴ പെയ്യുമ്പോൾ, മഴവെള്ളത്തിൻ്റെ pH 5.5 ആണ്. അപ്പം ശക്തമായ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് മീനുകളെല്ലാം ചത്തുപോകും. അതിൻ്റെ പ്രധാന കാരണം pH കുറയുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ അപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആളുകൾ വേഗം കുമ്മായം വാരി വിതറും. കാരണം അപ്പോഴത്തേക്കുള്ള ഒരു എഫക്റ്റിന് വേണ്ടിയാണ് അവർ പെട്ടെന്നുള്ള ഒരു എഫക്റ്റ്. നമുക്കറിയാം, കുമ്മായം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പം pH കൂടി, അതും പെട്ടെന്ന് കൂടി ഒരു നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു 7 ആണ്. പക്ഷേ നമ്മൾ കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് 8ലേക്കോ 9ലേക്കൊക്കെ പെട്ടെന്ന് അങ്ങ് പോയിട്ട് പെട്ടെന്ന് തന്നെ അത് താന്ന് നമ്മൾ എത്രയിലാണോ അവിടെ വന്ന് നിൽക്കും. അപ്പം pH ഇതുപോലെ തന്നെ മഴ ശക്തമായിട്ട് പെയ്യുമ്പോഴത്തേക്കും മഴവെള്ളത്തിൻ്റെ pH ഞാൻ പറഞ്ഞു 5.5 ആണ്. അപ്പോൾ അത് പെട്ടെന്ന് pH കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം, കൃഷിയിൽ ഏറ്റവും പ്രധാനം മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. pH ബാലൻസ് ചെയ്താൽ തന്നെ അവിടെ നമുക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികളായിരിക്കും. അപ്പം ചോദിക്കുക, എന്താണ് ഈ ഉപകാരപ്രദമായ സൂക്ഷ്മജീവികൾ? ഉപകാരപ്രദമായ സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂക്ഷ്മജീവികൾ തന്നെ ഒരു പറ്റമുണ്ട്. അതായത് നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ 70% സൂക്ഷ്മജീവികളാണ്. സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ളത്. ബാക്കി ശരിക്കും നമ്മൾ കാണുന്നത് വെറും 30% മാത്രമേ. ഇപ്പം ഈ സൂക്ഷ്മജീവികളിലെ തന്നെ ഇത് ഉപദ്രവകാരികളായിട്ടുള്ളതുണ്ട്, നമുക്ക് ഉപകാരപ്രദമാണ്. ഉപദ്രവകാരികൾ നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഇപ്പം തന്നെ കൊറോണ വൈറസ്, ഇതെല്ലാം സൂക്ഷ്മജീവികളിൽപ്പെട്ട, ഇവരെല്ലാം നമുക്ക് രോഗങ്ങൾ വരുത്തുന്നവർ. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി രോഗങ്ങൾ വരുത്തുന്ന സൂക്ഷ്മജീവികളുണ്ട്. അതുപോലെ ഡിജില്ല, സാൽമണല്ല, അങ്ങനെ ഒരുപാട് നമുക്ക് വരുന്ന ഒരുപാട് രോഗങ്ങൾ പരത്തുന്ന മലേറിയ പോലത്തെ ഒക്കെ രോഗങ്ങളെല്ലാം വെള്ളത്തിൽ കൂടി പളരുന്ന നമുക്കറിയാം. അത് ഡയേറിയ, അതുപോലെ അല്ല പല രോഗങ്ങൾ വരുത്തുന്ന സൂക്ഷ്മജീവികൾ, അതായത് ഫംഗസ്, വൈറസ്, ബാക്ടീരിയ, ഇവയെല്ലാം വളരുന്നത് താഴ്ന്ന pHലുള്ളതാണ്. പക്ഷേ ഈ 7ൻ്റെ പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞു. കൃഷിയിടങ്ങളിലെ എല്ലാം 7 എന്തിനാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിടുന്ന വളം ഒരിക്കലും ചെടി നേരിട്ട് എടുക്കാൻ ചെടികൾക്ക് കഴിവില്ല. അത് സൂക്ഷ്മജീവികൾ അവയുടെ പ്രവർത്തിച്ചിട്ട് അതിനെ ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിൽ വെള്ളവും കൂടി കൂട്ടി ആക്കി ചെടികൾക്ക് കൊടുക്കുകയാണ് ഈ നമുക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ pH വളരെ കുറവുള്ള ഒരു മണ്ണിൽ കൊണ്ട് നമ്മൾ എന്തെങ്കിലും നല്ല വളമാണെങ്കിലും കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വളം എടുക്കത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ നമ്മൾ ഇടുന്ന വളത്തെ ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിലാക്കി കൊടുക്കാനുള്ള സൂക്ഷ്മജീവികൾ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അത് എടുക്കാത്തത്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവിധ ഏറ്റവും പ്രധാനം കൃഷിയിലാണേലും മത്സ്യകൃഷിയിലാണേലും അതോടെ തന്നെ മനുഷ്യൻ്റെ കാര്യത്തിൽ എല്ലാം pH എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ 7 മെയിൻറ്റെയിൻ ചെയ്യുക. മനുഷ്യ ശരീരത്തിൻ്റെ pH ഞാൻ ഇപ്പോൾ 7 നിന്ന് കുറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രക്തത്തിൻ്റെ pH 7.35നും 7.45നും ഇടയ്ക്കാണെന്ന് പറഞ്ഞാലും അത് പെട്ടെന്ന് നമുക്കത് ഫീൽ ചെയ്യാത്ത എന്താണെന്ന് പറഞ്ഞാൽ രക്തം ഒരു ബഫർ സൊല്യൂഷനാണ്. ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് എല്ലിൽ നിന്നും പല്ലിൽ നിന്നും എല്ലാം കാൽസ്യത്തെ വലിച്ചെടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. ഇനിയും അതിൽ നിന്നും താന്നാൽ മാത്രം മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിക്കും. അപ്പോൾ ഇത് കൊണ്ടാണ് നമുക്ക് പല്ലിൻ്റെ ഡീക്കെ, അതുപോലെ തന്നെ മുട്ടുവേദന, എല്ലിൻ്റെ തേയ്മാനം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെയൊക്കെ ഒരു പരിധിവരെ കാരണം ഈ കാൽസ്യത്തെ ബോഡി വലിച്ചെടുത്ത് ബഫർ സൊല്യൂഷൻ, നമ്മുടെ രക്തത്തിൻ്റെ pH ബാലൻസ് ചെയ്യാനുള്ള ബഫർ സൊല്യൂഷൻ ആക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ് നമ്മൾ അക്വാ pH ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ pH ബാലൻസ് ചെയ്യുക, 7 നിലനിർത്തുക. അങ്ങനെ നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ രക്തത്തിൻ്റെ pH അല്പം അസിഡിക് അല്ല, അല്പം ക്ഷാരഗുണം ഉള്ളതാണ്. അതായത് അല്പം ബേസിക് ആണ്. അസിഡിക് അല്ല, ഞാൻ പറഞ്ഞില്ലേ 7 ആണ് ശരിക്കും ന്യൂട്രൽ തന്നെ അല്ല, അത് കുറച്ചുകൂടി ആൽക്കലൈൻ ആണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ 70% വെള്ളമാണ്. അതിലെ നമുക്ക് വരുന്ന രോഗങ്ങളുടെ 90% കാരണവും ശരിക്കും അസിഡിറ്റിയാണ്. അസിഡിറ്റിയിൽ നിന്നുണ്ടാകുന്നതാണ്. ഒരുപാട് രോഗങ്ങളെല്ലാം ഏറ്റവും പ്രധാനം അസിഡിക് കൊള്ളുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് നമ്മുടെ FSSAI അംഗീകരിച്ചിട്ടുള്ള നമ്മുടെ അക്വാ pH ബൂസ്റ്റർ. മാത്രമല്ല ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ട്. 3 സാധനങ്ങളാണ്. നമുക്ക് കാൽസ്യം കാർബണേറ്റും മെഗ്നീഷ്യവും അതോടൊപ്പം തന്നെ സിലിക്കയുമാണ്. ഈ 3 സാധനങ്ങളും നമ്മുടെ ബോഡിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബോണിനും പല്ലിനും എല്ലിനും എല്ലാത്തിനും ഏറ്റവും പ്രധാനം വേണ്ടതാണ് കാൽഷ്യം. അതുപോലെ തന്നെ മഗ്നീഷ്യം ബോഡിയിൽ എപ്പോഴും ആവശ്യമുള്ള ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ സിലിക്ക നമ്മുടെ ഹാർട്ടിനും ലിവറിനും എല്ലാം വേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് 3 മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൽ നിന്നും അതോടൊപ്പം തന്നെ രാജസ്ഥാനിൽ നിന്നും ഒക്കെ കൊണ്ടുവരുന്ന പ്രത്യേകതരം പാറ കണ്ടെടുത്ത് അതിനെ നമ്മൾ പൊടിച്ച് ശുദ്ധീകരിച്ചെടുക്കുന്ന തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള, ഇതിനകത്ത് വേറെ ഒരു കണ്ടൻറ്റും ഇല്ല, ഒരു കെമിക്കലോ ആർട്ടിഫിഷ്യലായിട്ടോ ഒന്നും ചേർത്തിട്ടോ ഒന്നുമില്ല. ശരിക്കും 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് അക്വാ pH ബൂസ്റ്റർ. ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അയഡൈസ്ഡ് സോൾട്ട് പോലെ നല്ല വൈറ്റ് കളറായിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ വെള്ളത്തിൻ്റെ pH കുറഞ്ഞാലത്തെ പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു അവിടെ പലതരം ബാക്ടീരിയകൾ വളരുന്നു. ഈ ബാക്ടീരിയകൾ പലതും നമുക്ക് രോഗങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചു കാണുമായിരിക്കും, പല സ്ഥലത്തെയും വെള്ളത്തിൻ്റെ മുകളിൽ ഒരു ചുമന്ന പാട പോലെ കാണാം. ശരിക്കും ഈ നെൽപ്പാടങ്ങളുടെയൊക്കെ അടുത്തൊക്കെ നോക്കുമ്പോൾ ഒരു എന്താ പറയുക ഓയിൽ പോലെ ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ പാട പോലെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതാണ്. ആ ബാക്ടീരിയയുടെ പേരാണ് അയേൺ ബാക്ടീരിയ. അതായത് pH കുറഞ്ഞ വെള്ളത്തിൽ, അതായത് 3.5, 4 ഒക്കെയുള്ള വെള്ളത്തിൽ വളരുന്ന ഒരു പ്രത്യേക തരം ബാക്ടീരിയയാണ് അയേൺ ബാക്ടീരിയ, ഇരുമ്പ് ബാക്ടീരിയ എന്നും പറയും. ഇത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞു pH കുറഞ്ഞ വെള്ളത്തിൽ അയൺ പോലെയുള്ള ഹെവി മെറ്റൽസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് അപ്പോൾ ഇതിനെ ഭക്ഷിച്ച് ആ ബാക്ടീരിയകൾ വളരുന്നു. ഈ ബാക്ടീരിയകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്ന് അത് പുറപ്പെടുവിക്കുന്ന ഒരു സ്രവമുണ്ട്. ഈ സ്രവമാണ് ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പാട പോലെ ഇരിക്കുന്നത്. മാത്രമല്ല ഇവ ചത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കാലശേഷം ഇത് ചത്ത് വെള്ളത്തിൽ അടിയുമ്പോൾ ആ വെള്ളത്തിന് ദുർഗന്ധവും ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ ഏറ്റവും പ്രധാന കാരണം ആ വെള്ളത്തിൻ്റെ pH കുറയുന്നത് കൊണ്ടാണ് അവ വളരുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു തരം ബാക്ടീരിയകളുണ്ട്, വളരെ മോശം ഒരു ബാക്ടീരിയയാണ് സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയ എന്ന് പറയും. അതാണ് SRB. അതായത് ഇത് സൾഫറിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിലെ സൾഫറിനെ റെഡ്യൂസ് ചെയ്ത്. അത് എന്ത് ചെയ്യുന്ന
ഭൂഗർഭ ജലത്തിലെ സൾഫറിനെ അത് അവിടുത്തെ ഹൈഡ്രജനുമായിട്ട് യോജിപ്പിച്ച് ഹൈഡ്രജൻ സൾഫൈഡ് ആക്കും. ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റോട്ടൺ എഗ്, അതായത് ചീഞ്ഞ മുട്ടയുടെ മണം ഉണ്ടാക്കുന്ന ഒരു ഗ്യാസാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൾഫറിനെ ഹൈഡ്രജനുമായിട്ട് കലർത്തി അവിടെ ഹൈഡ്രജൻ സൾഫൈഡ് ആക്കി ആ വെള്ളത്തിന് ഒരു ചീത്ത മണം ഉണ്ടാക്കുന്നു. മാത്രമല്ല ഈ വെള്ളത്തിൽ മുഴുവനും ഈ ഗ്യാസ് ഉണ്ടാക്കുന്നു. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒരു സ്മെൽ. ഈ വെള്ളത്തിൽ മുഴുവൻ ഈ ബാക്ടീരിയകൾ ധാരാളം വളരുകയും ചെയ്യും. ഇതെല്ലാം പ്രധാനമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ pH കുറഞ്ഞത് കൊണ്ടാണ്. ഇതിനെല്ലാം പരിഹാരം നമ്മൾ ചെയ്യേണ്ടത് വെള്ളത്തിൻ്റെ pH നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പല വെള്ളത്തിനും ഒരു പുളിപ്പ് കാണാം. ശരിക്കും നമ്മൾ പണ്ടൊക്കെ അസിഡിറ്റിക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ കാരണവന്മാരൊക്കെ പുളിപ്പ് എന്നാണ് അല്ലേ. നമ്മുടെ മണ്ണിന് പുളിപ്പുണ്ട്, പുളിപ്പ് മാറ്റണം എന്നാണ് പറയുന്നത്. പക്ഷെ പുളിപ്പ് മാറ്റുക എന്ന് ഉദ്ദേശിക്കുന്നത് അസിഡിറ്റി കുറയ്ക്കുക. അപ്പോൾ പല വെള്ളത്തിനും ഒരു പുളിപ്പുണ്ടാവും. അതുപോലെ തന്നെ ചേറു ചൊവ എന്ന് പറയും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഹെവി മെറ്റൽസ് എല്ലാം ഈ വെള്ളത്തിൽ കലരുമ്പോൾ അതിനൊരു പ്രത്യേക ചൊവയുണ്ടാവും. അതോടൊപ്പം തന്നെ കലക്കൽ, ഇവയെല്ലാം കലങ്ങി വെള്ളത്തിൽ കലങ്ങുന്നതുകൊണ്ട് കലക്കലുണ്ടാവും. മാത്രമല്ല ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ അയൺ ബാക്ടീരിയ വന്നിട്ട് പാട പോലെ, ഇതെല്ലാം പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാന കാരണം pH കുറയുന്ന വെള്ളമായതുകൊണ്ട്. ഇതിനെല്ലാം പരിഹാരമായിട്ട് നമ്മുടെ ചൊവ മാറ്റാനും അതോടൊപ്പം പുളിപ്പ് മാറ്റാനും കലക്കലും എല്ലാം മാറ്റാനായിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റായ അക്വാ pH ബൂസ്റ്റർ കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് FSSAIയുടെ സർട്ടിഫിക്കറ്റോട് കൂടിയ ഏറ്റവും ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് പല കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷനും ആണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ പല പ്രശ്നങ്ങളുടെയും പ്രധാന കാരണം ഈ pH കുറയുക എന്നുള്ളതുകൊണ്ട്. ഇപ്പം pH കൂട്ടി pH 7-ലാക്കിയാൽ തന്നെ ഒരുവിധമുള്ള നമുക്ക് ഇപ്പം ഈ ലുലു മോൾ പോലത്തെ അടുത്തൊക്കെ നമുക്ക് ചെന്ന് ചോദിക്കുമ്പോൾ ഒരു കുപ്പി വെള്ളത്തിന് 90 രൂപ 95 രൂപയാണ്. അതായത് ആൽക്കലൈൻ വാട്ടർ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. നമുക്ക് നമ്മുടെ ഈ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിച്ച് ഒരു വലിയ കിണറിലെ ഫുൾ വെള്ളത്തെ 10 കിലോ നമ്മളുടെ പ്രോഡക്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് ആ വെള്ളം മൊത്തം ആൽക്കലൈൻ വാട്ടർ ആക്കാൻ പറ്റും. അതായത് ആൽക്കലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 7.35 7.45 അത്ര ആ രീതിയിലാക്കുക. അതാണ് ഒരു ആൽക്കലൈൻ. സ്ലൈറ്റായിട്ട് ആൽക്കലൈൻ ആക്കാനായിട്ട് നമുക്ക് ഇത്രയും കുറഞ്ഞ ചെലവിൽ വളരെ എളുപ്പത്തിൽ ശരിക്കും പറഞ്ഞാൽ 100% നാച്ചുറലായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തിയാണ് നമ്മുടെ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ സൂക്ഷ്മജീവികൾക്കെല്ലാം വളരാനായിട്ട് pH 7 ആയിരിക്കണം. മാത്രമല്ല ഈ സൂക്ഷ്മജീവികളാണ് വെള്ളത്തെ മണ്ണിൽ പിടിച്ചു വെക്കുന്നത് ഒന്ന്. പിന്നെ മണ്ണിന് തന്നെ ഒരു ഇളക്കമുണ്ടാക്കുന്നത്. മൂന്നാമത്തെ കാര്യം മണ്ണിൻ്റെ ഘടന മാറ്റുന്നത്, മണ്ണിന് തന്നെ ഒരു ജീവൻ കൊടുക്കുന്നത്. ഇതെല്ലാം ഈ സൂക്ഷ്മജീവികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിച്ച വെള്ളം കൊണ്ട് നനയ്ക്കുക. ചെടികളിലെല്ലാം ഇപ്പം പ്രത്യേകിച്ച് വേനൽക്കാലമാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല ചെടികളും ഒരു യെല്ലോ കളർ ഇലകൾക്കെല്ലാം മഗ്നീഷ്യം, ഞാൻ പറഞ്ഞു ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റും മഗ്നീഷ്യം സിലിക്കയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് പല ചെടികളും യെല്ലോ കളർ ഇലകളും തണ്ടും എല്ലാം മഞ്ഞച്ച് നിൽക്കുന്ന കാണാം. അതിൻ്റെ പ്രധാന കാരണം മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി. അപ്പോൾ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയും മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയും എല്ലാം മാറ്റി ചെടികളിൽ ഒരു പെട്ടെന്നൊരു ഡ്രമാറ്റിക് ചേഞ്ച് കാണാൻ പറ്റും. നമ്മൾ ഈ അക്വാ pH ബൂസ്റ്റർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6-8 ദിവസങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിലെ വ്യത്യാസം കാണാം. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ വേനൽക്കാലത്ത് നമ്മളെല്ലാവരും ചെടികൾ നനയ്ക്കുന്നുണ്ട്. അപ്പം നനയ്ക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഈ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ചെടികളും ആ കൃഷിയിടങ്ങളും എല്ലാം pH 7 ആക്കി നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ pH മണ്ണിൽ കുറയാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള അമിതമായ രാസവള പ്രയോഗം ഒന്ന്. രണ്ടാമത്തെ കാര്യം നമ്മുടെ മഴവെള്ളം, ശക്തമായ മഴവെള്ളത്തിൻ്റെ pH 5.5 നേരത്തെ പറഞ്ഞു. ഈ മഴവെള്ളം
ധാരാളമായിട്ട് മണ്ണിലേക്ക് വീഴുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്, മണ്ണിൻ്റെ pH കുറഞ്ഞിരിക്കുന്നു. പിന്നെ അടുത്തതാണ് നമ്മൾ ആവർത്തന കൃഷി. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്യുമ്പോൾ ചെടികൾ കാൽഷ്യം നമ്മൾ കാൽസ്യം ആണ് കേട്ടോ ഈ ചെടികളിലെ അല്ല മണ്ണിൻ്റെ ആണെങ്കിലും വെള്ളത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഏറ്റവും പ്രധാനമായിട്ട് pH ബാലൻസ് ചെയ്യുന്ന ഒരു ഘടകം കാൽസ്യമാണ്. അപ്പം ഈ ആവർത്തന കൃഷിയിലൂടെയും അതോടൊപ്പം തന്നെ അമിതമായ മഴയിലൂടെയും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിച്ചും പിന്നെ മണ്ണൊലിപ്പ് മൂലം, അതായത് ശരിക്കും മണ്ണൊലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത മഴ തന്നെ, അതെല്ലാം കൊണ്ട് നമ്മുടെ കൃഷിയിടങ്ങളിലെല്ലാം pH വീണ്ടും 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 താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റിയത് അക്വാ pH ഉള്ള വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ കൃഷിയിടങ്ങൾ നനയ്ക്കുക, അതോടൊപ്പം തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലിട്ട് നമ്മുടെ ആരോഗ്യം നിലനിർത്തുക. ഇങ്ങനെ എല്ലാ രീതിയിലും അക്വാ pH നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ നമുക്കറിയാം നമ്മളുടെ പോലെ തന്നെ മനുഷ്യരുടെ പോലെ തന്നെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, അവർക്കും എല്ലാം നമ്മൾ pH ബാലൻസ് ചെയ്ത വെള്ളം കൊടുക്കുക. അതായത് ആൽക്കലൈൻ വാട്ടർ പോലെ കൊടുക്കുക. അതായത് നമുക്കറിയാം ഒരു താറാവ്, കോഴി ഇവയെല്ലാത്തിനും നമ്മൾ പലപ്പോഴും കാൽസ്യം ഇട്ട് കൊടുക്കും അല്ലേ. നമ്മൾ കൃഷിക്കാർക്കറിയാം, നമ്മൾ പലപ്പോഴും ഇത്തിളെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു കക്ക, പച്ച കക്ക കൊണ്ടിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടത്തോട് ശരിക്കും കട്ടി പിടിച്ച് വരാനൊക്കെ, അതിൻ്റെ മുട്ടയിടുന്ന അതിന് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് ഇത് ഇങ്ങനെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം പരിഹാരം നമുക്ക് എന്താ, അവർക്ക് കൊടുക്കുന്ന വെള്ളം ഈ pH ബാലൻസ് ചെയ്ത് ഈ വെള്ളം കൊടുക്കുക. അതുപോലെ തന്നെ പശുക്കൾക്കൊക്കെ നമുക്കറിയാം കറക്കുന്ന സ്റ്റേജിലും അതുപോലെ പ്രഗ്നൻസി ടൈമിലൊക്കെ വീണ് പോകുന്നുണ്ട്. കറക്കുന്ന സമയത്തെല്ലാം ഈ കാൽസ്യത്തിൻ്റെ കുത്തിവെക്കുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത് ഇല്ലേ. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ നമ്മുടെ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിച്ച് വെള്ളം കൊടുത്ത് അവയെ വളർത്തുക. അപ്പോൾ നമുക്ക് അതിൽ നിന്നെല്ലാം ഈ പ്രത്യേകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം ഇവയെ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അക്വാ pH ബൂസ്റ്റർ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗിക്കേണ്ട നമുക്ക് ഏറ്റവും പ്രധാന കാരണങ്ങൾ. അപ്പം പിന്നെ നമ്മൾ പലരും ചോദിച്ചു, ഇത് കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഇതിനകത്ത് കെമിക്കൽ വല്ലതും ഉണ്ടോ? ഒരു കെമിക്കലും ഇല്ല, തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. FSSAIയുടെ അംഗീകാരമുണ്ട്, നമുക്ക് പ്രോഡക്റ്റിൻ്റെ ടെസ്റ്റ് റിസൾട്ട് ഉണ്ട്, ഇത് എല്ലാം നമുക്ക് കാണിക്കാനായിട്ടുണ്ട്. കൃത്യമായ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മുടെ ശരീരത്തിലാണേലും 70% ഉള്ള വെള്ളത്തിൽ നമുക്ക് വരുന്ന 90% ഉള്ള രോഗങ്ങളെ മാറ്റാനും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റും നമ്മളുടെ പല രോഗങ്ങളുടെയും സൊല്യൂഷനും എല്ലാം ഈ അക്വാ pH ബൂസ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത എപ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്? അതായത് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ പിന്നെ ആ രണ്ട് കാര്യങ്ങൾ നോക്കുക. എന്തോരം വെള്ളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ ഭയങ്കര കലക്കല് അതുപോലത്തെ പ്രശ്നങ്ങളുണ്ടോ, ഇതെല്ലാം കൂടി നോക്കിയിട്ട് അതുമായിട്ട് ആനുപാതികമായിട്ടാണ് ഇതിൻ്റെ രണ്ടാം റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ വലിയ കിണറ്റിലൊക്കെ ആണെങ്കിൽ കുറച്ചിട്ടാൽ കുറച്ച് അടുപ്പിച്ചു കൊടുക്കണം. എന്നാൽ നമ്മളൊരു ടാങ്കിലേക്കൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഈ പറയുന്ന പോലെ വെള്ളം എത്രത്തോളം ഉപയോഗിക്കുന്നു അതനുസരിച്ച് അതിൻ്റെ എക്സ്റ്റൻഷൻ കൂടുതൽ കിട്ടും. മനസ്സിലായോ? അല്ലാതെ പ്രത്യേകിച്ച് പീരിയഡ് ഒന്നുമില്ല, ഇപ്പൊ 2 മാസം 3 മാസം അങ്ങനെ വല്ല പീരിയഡ് ഉണ്ടോ? അത് മാഡം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു ടാങ്കിൽ നമ്മൾ അധികം വെള്ളം ഉപയോഗിക്കാത്ത ഒരു ടാങ്കാന്ന് ഓർത്തോ. അതിലിപ്പോൾ നമ്മൾ ഒരു 2 കിലോ ഇട്ടാൽ നമുക്ക് ഒരു 6 മാസത്തേക്ക് കിട്ടാം. എന്നാൽ നമ്മളിപ്പം ഓരോ ദിവസം കുറേ വെള്ളം ഉപയോഗിക്കുന്നിടത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ ഈ 2 കിലോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം അത്രയും നാൾ ഉപയോഗിക്കാൻ കിട്ടൂല. നമ്മൾ വെള്ളം എത്ര ഉപയോഗിക്കുന്നോ അതായത് അത്രയും വെള്ളം നമ്മൾ pH ബാലൻസ് ചെയ്ത് പുറത്തോട്ട് വരുമല്ലേ ചെയ്യുന്നത്. മനസ്സിലായോ? അതനുസരിച്ച് നമുക്ക് അത് മനസ്സിലാക്കണം. അല്ലാതെ നമ്മളിപ്പോൾ കിണറ്റിലേക്ക് ഇട്ട് എത്ര നാളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം എത്ര നാൾ യൂസ് ചെയ്യുന്നുണ്ട് അതനുസരിച്ചിരിക്കും. എന്നാലും നമുക്ക് 1 വർഷത്തോളം ഏകദേശം കിട്ടും.
നമ്മൾ യൂസ് ചെയ്യുന്ന ആ വെള്ളത്തിന്റെ അളവനുസരിച്ചാണ് നമ്മളിത് ആ അതെ കറക്റ്റ്. ശരി. നമ്മളിപ്പം കാരണം കൃഷിയിടങ്ങളിലേക്കൊക്കെ നമ്മളിതിനെ ഒരുപാട് വെള്ളം എപ്പോഴും നിറഞ്ഞോണ്ടിരിക്കും. വീണ്ടും വീണ്ടും വെള്ളം നമുക്കറിയാം, ഉറവ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ ഇതെല്ലാം തീർന്ന് അടുത്ത അവസാനമായിരിക്കുമ്പോ പിന്നെയും വീണ്ടും അങ്ങനെ. ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ PH ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഇതിപ്പോ നമ്മള് വെള്ളമുള്ള അതായത് നെൽവയലുകളില് വെതറി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമോ? നെൽവയലുകൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇത് കിടക്കണം, മനസ്സിലായി? നമ്മുടെ ഈ പ്രോഡക്റ്റ് അതായത് ഞാറ് നടുമ്പോ വെള്ളം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ട് കുഴപ്പം. അത് അവിടെ pH ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു വെള്ളത്തിലേക്ക് കടന്നാല് നമ്മൾ വെറുതെ പല ഈ കൃഷിയിടങ്ങളിൽ അവിടെ തൂകി കൊടുത്തിട്ട് കാര്യമില്ല. വെള്ളത്തിൽ കടന്നു കഴിഞ്ഞാൽ അവിടെ എഫക്റ്റീവ് ആണ്. സാധാരണഗതിയിൽ വളമിട്ട് കൊടുക്കാനായിട്ട് വെള്ളം കെട്ടി നിർത്തും. വെള്ളം കെട്ടി നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതില് ഇത് വെതറിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ പമ്പിങ് നടക്കില്ല. കാരണം കനാലിൽ നിന്നുള്ള വെള്ളമായിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ഒഴുക്ക് വെള്ളം വരുന്നതാണ്. അത് കെട്ടി നിർത്തുവാണ്. അപ്പം 2 ദിവസവും 3 ദിവസവും വെള്ളം കെട്ടി നിർത്തുമ്പോഴത്തേനും ഇത് വെതറി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് അവിടെ ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചത്. അതുണ്ടാവും. 2-3 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ വെള്ളം കെട്ടിയിടത്തുള്ളൂ. ഹലോ, 2-3 ദിവസത്തേക്ക് മാത്രമേ വെള്ളം കാണത്തുള്ളൂ അവിടെ. എന്തോ? Govindrajan from Coimbatore. 2-3 asking you about the pH of the soil. Whether we have to add that product to the water or soil? Surely it is in water. It is reacting only in water. Okay. How much you have to add per acre? For not only acre, but I already told you it is used in only in water, dipped in water. How many grams we have to add per acre one time? Approximately for 1,000 liters we use 1 kg of this product. The pH value of the soil must be 5 to 6 or about 7. About 7 and 7.5, 7.45 like that. It increases up to that point. We have to neutralize that pH. Yeah. Okay. So, how many days you will get the result for the soil? Approximately 4 to 7 in between that day. 4 to 7 days. Yeah. Measure the pH level. What? Thank you. Welcome. Any doubts? Ma'am. Yeah. Hello. പറഞ്ഞോ. മാം, എങ്ങനെ നമ്മുടെ ഈ pH ലെവല് മെഷർമെന്റ് ചെയ്യാം? അതിന് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഒരു യൂണിവേഴ്സൽ സൊല്യൂഷൻ ഉണ്ട്, അത് വെച്ച് ചെയ്യാം. പിന്നെ പേപ്പർ ഉണ്ട്, ലിറ്റ്മസ് പേപ്പർ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ ഉണ്ട്. നമുക്ക് ഇത് ഏതെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഇതിന്റെ കൂടെ കിട്ടുമോ? ഇല്ല, നിങ്ങൾ അത് വാങ്ങണം. ഓൺലൈനായിട്ടോ ഒക്കെ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ ഇതുപോലെ ലബോറട്ടറി ഒക്കെ ഉള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളിലും കിട്ടും. ഓക്കെ, താങ്ക് യു മാം. Hello. ചോദിച്ചു. One time we have to balance or permanently it should be 7.2 like that. Whenever we use it it is maintained approximately 6-7 months. Maintain it is 7. So for that, how much will be the cost per acre? I already told you it is not used used only in water. Then why you are talking about acre? You just tell him that it is pumping with the well. If you are pumping from the well, hello. If you are pumping from the well, you can put add into the well or a pond like that. Okay. We can use in wells or a tank or ponds.
Not directly used in fields and like that. Okay. ഹലോ ചോദിച്ചോ. മാഡം, ഇതിന് ഏജൻസി എടുക്കുക എങ്ങനെയാണ്? നമ്മൾ കട തുടങ്ങുക, അതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ? അതിനെക്കുറിച്ച് ഇത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. വനിതാ നീര സമൃദ്ധിയെ കുറിച്ചല്ലേ മാഡത്തിന് അറിയേണ്ടത്? അതിനെക്കുറിച്ച് പറയും. അതെ മാഡം, അത് പറയാം. ശരി. നമ്മൾ മടിയായിട്ടുള്ള വെള്ളം, അതായത് ചെളിക്കളമുള്ള വെള്ളവും ഓയിലി ആയിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, ചിലടത്ത് പാട പോലെ ഉണ്ടാവും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇരുമ്പ് ബാക്ടീരിയകളുടെ ശല്യം. അതായത് ചില ഭാഗങ്ങളിൽ ഞങ്ങളുടെ ഭാഗത്ത് പാലക്കാടാണ്. അപ്പൊ ഈ റെയിൽവേ കോളനി ഭാഗത്ത് ടോയ്ലറ്റ്സിന്റെ അവരുടെ ഈ ഇത് വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ചിലപ്പോൾ ഊറ്റിറങ്ങിയിട്ട് ആ ഭാഗങ്ങളിൽ കിണർ കുടിക്കുന്നില്ല, ആൾക്കാർ വെള്ളം യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ അതൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ഓയിലി കണ്ടന്റ് വെള്ളത്തിന്റെ മുകളിൽ വരും. പക്ഷെ വെള്ളം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വലിയ കംപ്ലൈന്റ് ഒന്നും കാണുന്നില്ല. വീട്ടിൽ യൂസ് ചെയ്യുന്ന അതായത് നമുക്ക് പറയട്ടെ, ശരി. ദിവസം pH ടെസ്റ്റ് ചെയ്തപ്പോഴത്തെ എനിക്ക് 6.8 ആണ് കാണിക്കുന്നത്. 6.2 സംതിങ്. അതേസമയം മറ്റേ TDS വന്നിട്ട് ഇച്ചിരി ലോ ഹൈയും കാണിക്കുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മളുടെ കിണറും ഒരു സെപ്റ്റിക് ടാങ്കും തമ്മിൽ ആ ഒരു ഡിസ്റ്റൻസ് ഒരു 15 meters വേണം എന്നാണ് കണക്ക്. പക്ഷേ ഇപ്പോഴത്തെ സർവേ നോക്കുമ്പോൾ 7 meter പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ അമിത മഴക്കാലങ്ങളിൽ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളപ്പൊക്കമാണ് വരുന്നത്, അറിയല്ലോ. അപ്പോൾ അങ്ങനെ വെള്ളപ്പൊക്കം വരുമ്പോൾ വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം വെള്ളം എപ്പോഴും ഉപരിതലം ഒരേ ലെവലായിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നും ഓടയിൽ നിന്നും എല്ലാം ഉള്ള വെള്ളം നമ്മുടെ കിണറുകളിലേക്കും നമ്മുടെ വാട്ടർ സോഴ്സുകളിലേക്കും എല്ലാം മിക്സ് ആകും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിൽ നിന്നുള്ള വേസ്റ്റ് എല്ലാം നമ്മുടെ വെള്ളത്തിൽ കലർന്ന് നമുക്ക് കോളിഫോം ബാക്ടീരിയ, അതാണ് ഈ കോളിഫോം ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. ഈ വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന ബാക്ടീരിയകളാണ്, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇതെല്ലാം വളരുന്നത് അസിഡിക് ആയിട്ടുള്ള വെള്ളത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും മെയിനായിട്ട് ന്യൂട്രൽ ആക്കണം എന്ന് പറയുന്നത്. മനസ്സിലായി? ഇത് വളരുന്നത് അവിടെയാണ്. അപ്പം ഇതിന് വളരാനായിട്ടുള്ള ഫീൽഡ്, നമുക്ക് ഏത് സാധനം വളരാനായിട്ടുള്ള ഫീൽഡ്, കൃഷിയിൽ ഒരു ചെടി വളരാനാണെങ്കിലും നമുക്ക് അതിനൊരു ഫീൽഡ് വേണം, നമുക്ക് എല്ലാം. അപ്പം ഇതിനുള്ള ഒരു എക്കോസിസ്റ്റം കൊടുക്കുന്നത് നമുക്ക് ഈ pH കുറഞ്ഞ സ്ഥലത്താണ്. അതാണ് പ്രശ്നം. മനസ്സിലായോ? മാഡം, ഡിജിറ്റൽ മീറ്റർ ഉപയോഗിക്കേണ്ട രീതി ഒന്ന് അത് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ യൂസേഴ്സ് മാനുവലിനകത്ത് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ പറയില്ല, അത് കറക്റ്റായിട്ട് അതിനകത്ത് ഉണ്ടാവും. അവർ സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുണ്ട്, ഇന്നത് ചെയ്യണം, അത് നോക്കിയാൽ മതി. പക്ഷെ ഞാനത് നോക്കിയിട്ട് 2 പ്രാവശ്യം ഇടുമ്പോ 2 രീതിയിലാണ് കാണിക്കുന്നത്. പല സോളാറിന്റെ ഉണ്ട്, മറ്റേ നമ്മള് ബാറ്ററിയുടെ ഉണ്ട്. സോളാറിന്റെ കറക്റ്റ് അല്ല കേട്ടോ. നിങ്ങൾ സോളാറാണോ? ബാറ്ററി ആണല്ലേ? അതിപ്പോ എന്നാ ചിലപ്പോ അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിരിക്കും. അതിപ്പം അവിടെ വിളിച്ച് ഓൺലൈനാണോ വാങ്ങിയത്? എവിടുന്നാ വാങ്ങിയത്? അത് അവരോടുമായിട്ട് കോണ്ടാക്ട് ചെയ്യും കേട്ടോ. അതൊന്ന് അതിന്റെ പ്രോഡക്റ്റ് കംപ്ലൈന്റാ. അല്ലെങ്കിൽ പിന്നെ ഒരേ സാധനം ഒരേ സ്ഥലത്ത് ചെയ്യുമ്പോൾ 2 റീഡിങ് കാണിക്കണം, അതുകൊണ്ടാവണമല്ലോ. എന്താ വേറെ ആരോ ഒരു സംശയം ചോദിച്ചല്ലോ, പറഞ്ഞോ. മാഡം, നമ്മളിത് ഏറ്റെടുത്തേക്ക് നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് ട്രേഡിങ് കാറ്റലോഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടത്തില്ലേ? ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഡിജിറ്റലായിട്ട് ഇപ്പൊ തന്നെ ഇഷ്ടംപോലെ നമുക്ക് തരുന്നുണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ കിട്ടുന്നില്ലേ? ഡിജിറ്റലായിട്ട് നമ്മളുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് ഒരുപാട് ബ്രൗഷേഴ്സ് ഒക്കെ ഇറക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഉണ്ട് കേട്ടോ, ക്ലാസ്സുകളുണ്ട്. അപ്പൊ അതൊക്കെ 1, 2, 3 തവണയൊക്കെ കേട്ട് നിങ്ങൾ എഴുതി വെച്ച് നിങ്ങളത് മനസ്സിലാക്കുക. നമ്മുടെ പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റ്സ് മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കുക. അത് അങ്ങനെ നിങ്ങൾ കസ്റ്റമറിലേക്ക് എത്തിക്കുക. ഓക്കെ മാഡം, ഒരു സംശയം. ചോദിച്ചോ. ഞാൻ ഇന്നലെ 10 കിലോ കിണറില് ചെയ്തു കൊടുത്തിനു. അവര് ഒരു സംശയം ചോദിച്ചു, തലമുടി വല്ലാണ്ട് പറ്റുന്നു പോലും, ഇങ്ങനെ ഒരു പശപശപ്പ്, അത് ഇത് കലക്കി ഒഴിച്ചാല് പോവോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു.
അതായത് തലമുടി നമ്മള് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഹാർഡ് വാട്ടർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഹാർഡ് വാട്ടർ എന്ന് പറയും. ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ pH കുറഞ്ഞ വെള്ളത്തില് ഹെവി മെറ്റൽസ് ഡിസോൾവ് ആയി കിടക്കുന്ന വെള്ളത്തിനെയാണ് ശരിക്കും ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിനകത്ത് പലതരത്തില് ഹെവി മെറ്റൽസും ഇങ്ങനെ ഡിസോൾവ് ആയി കിടക്കണം. ആ വെള്ളം നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ ചകിരി പോലെ വരിക, ഒട്ടുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ ആ വെള്ളത്തെ നമുക്ക് നല്ല രീതിയിലാക്കാനായിട്ട് അക്വാ pH ബൂസ്റ്റർ ഉപയോഗിക്കാം. ഇന്നലെ ഇട്ടു 10 കിലോന് 5 കിലോ കലക്കി. 6-7 ദിവസം അതിൽ കടന്നിട്ട് ആ pH അത് വെള്ളത്തിന്റെ എത്രയുണ്ട് അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അത് ആയിക്കോളും കേട്ടോ. പിന്നെ ഒന്ന് വേണമെങ്കിൽ ഒരു എയറേഷൻ കൊടുക്കണം എന്നല്ല, ജസ്റ്റ് കിണറ്റിലെ എന്താ തൊട്ടിയിട്ടിട്ടേ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. അത് ചെയ്യുന്നുണ്ട്. രാവിലെ തൊട്ടിയിട്ടിട്ട് അനപ്പവും ഈ കെട്ടി വെച്ച സാധനം ഒന്ന് അനക്കി കൊടുക്കും. അത് മതി, ശരിയായിരിക്കും. ഓക്കെ. ഒട്ടുമിക്ക ആളുകളും പുതിയ സിലിണ്ടർ ഉപയോഗിക്കണ്ടല്ലോ, ഫിൽറ്റർ. അക്വാ ഗാർഡൊക്കെ പോലത്തെ. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഞാനത് പറഞ്ഞപ്പോ ഞങ്ങൾ ഫിൽറ്റർ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അവരോട് നമ്മൾ ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്? അതായത് ഫിൽറ്ററിലേക്ക് ഉപയോഗിക്കുന്നത്, നമുക്ക് ആ ഫിൽറ്ററിലേക്ക് ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, കിണറ്റിലെ അല്ലെങ്കിൽ ടാങ്കിലെ വെള്ളമായിരിക്കുമല്ലോ ഇവർ ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക. ഫിൽറ്ററിൽ ഉപയോഗിച്ചാലും നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് വരും എന്നേ ഉള്ളൂ. ബാക്ടീരിയകൾ പലതും പോകത്തൊന്നുമില്ല ഫിൽറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. വെള്ളം തെളിഞ്ഞ് നല്ല കണ്ണുനീര് പോലെ വരും. അപ്പം അവർ ഫിൽറ്റർ ഉപയോഗിച്ചാൽ പോലും അവർ ഉപയോഗിക്കുന്ന ടാങ്കിലോ അതല്ലെങ്കിൽ മറ്റേ കിണറ്റിലോ എവിടെ ഏത് സോഴ്സ് ആണോ അവിടെ നമ്മുടെ ഇത് കെട്ടി ഇടുക. ഓക്കെ. ഇനിയിപ്പം എല്ലാവരുടെയും ഡൗട്ടുകൾ തീർന്നെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഇനിയിപ്പം നമുക്ക് നമ്മുടെ പദ്ധതിയെക്കുറിച്ച് കേൾക്കണ്ടേ അല്ലേ? ഏറ്റവും പ്രധാനം അതല്ലേ. നമുക്ക് നമ്മളുടെ ഇതെന്താ, നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്, അതിനെക്കുറിച്ചെല്ലാം നമുക്ക് നമ്മുടെ GM നല്ല രീതിയിൽ പറഞ്ഞു തരും. അപ്പം ഇന്നത്തെ ശരി, താങ്ക് യു. നമ്മുടെ അമേസിംഗ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുകയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസിന് നമ്മൾ സമയം തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ടൈം ഉള്ളൂ നമ്മുടെ പ്രൊഡക്റ്റിന് നമ്മുടെ പദ്ധതിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ ഒരുപാട് പേര് പദ്ധതി അറിയാൻ വേണ്ടി വന്ന ആളുകളുണ്ട്. ചില ആളുകൾ പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ട് വരുമാനം വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലോട്ട് കാല് വെച്ചിട്ടുള്ള ആളുകൾ ഇതിലുണ്ട്. അങ്ങനെ ഒത്തിരി പേര് ഇതിൽ കാണുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ പദ്ധതി എന്ന് വെച്ചാൽ, നമ്മുടെ പദ്ധതിയുടെ പേര് വനിതാ നീര സമൃദ്ധി പദ്ധതിയാണ്. അപ്പോ എൽസിമം വളരെ വ്യക്തമായിട്ട് പ്രൊഡക്റ്റിന്റെ പ്രസന്റേഷൻ തന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇന്ന കാറ്റഗറി പെടുന്ന ഒരാളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. കർഷകർക്ക് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ കിണർ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. എല്ലാത്തിനും വെള്ളം ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അക്വാ pH ബൂസ്റ്റർ. അപ്പൊ ഈ അക്വാ pH ബൂസ്റ്റർ ഇത്രയും ഗംഭീരമുള്ള ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വനിത ഒരു സ്ത്രീകളുടെ ഒരു ശാക്തീകരണ പദ്ധതിയിലൂടെ ആവാം എന്നൊരു വലിയൊരു തീരുമാനം കമ്പനി മുന്നോട്ട് വെച്ചതിന്റെ ഭാഗമായാണ് വനിതാ നീര സമൃദ്ധി പദ്ധതി നടപ്പിലായത്. അപ്പൊ ഈ വനിതാ നീര സമൃദ്ധി പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വാർഡിലും, ഇപ്പൊ കേരളത്തിൽ 25,000-ലധികം വാർഡുകളുണ്ട്. ആ വാർഡിലെല്ലാം ഒരു വാർഡില് ഒരു വനിതയ്ക്ക് ഇതിന്റെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അക്വാ pH ബൂസ്റ്ററിന്റെ ഒരു സംരംഭകയാവാൻ പറ്റും. അപ്പൊ നമ്മുടെ കമ്പനി ഒരിക്കലും ഡയറക്റ്റ് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നില്ല. 25,000 വാർഡുകളിൽ ഓരോ വാർഡിലും ഓരോ വനിതകൾ മുഖാന്തരമാണ് നമ്മൾ ജനങ്ങളിലേക്ക് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കുന്നത്. ഒരു സ്ത്രീ ശാക്തീകരണം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അക്വാ pH ബൂസ്റ്റർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ അക്വാ pH ബൂസ്റ്ററിന്റെ ഈ വനിതാ നീര സമൃദ്ധി പദ്ധതി എന്നതൊരു സാമൂഹിക വികസന പദ്ധതിയാണെന്ന് പറയും. കാരണം ശുദ്ധജലം ലഭ്യമാക്കുക, ഒപ്പം തന്നെ സ്ത്രീ ശാക്തീകരണം, ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ഏതൊരു വനിതയ്ക്കും ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ കഴിയാവുന്ന ഒരു പദ്ധതിയാണ് വനിതാ നീര സമൃദ്ധി പദ്ധതി. അപ്പൊ ശരിക്കും നമുക്കറിയാം, ഒരു ബിസിനസ്സിലോട്ട് വരുമ്പോ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഒരു വനിതേനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, അവരുടെ മുന്നിൽ ഉണ്ടാവുന്ന റിസ്കുകളാണ് ഷോപ്പ് എടുക്കണം, അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ്,
അങ്ങനെ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് വിൽക്കുവാണെങ്കിൽ അതിന്റെ അഡ്വർടൈസ്മെന്റ്, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് റിസ്കുകൾ നമുക്കുണ്ട്. പക്ഷെ ഈ റിസ്കുകളെല്ലാം കമ്പനി ഏറ്റെടുത്തുകൊണ്ട് ഒരു വനിതയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റോട് കൂടി അവർക്ക് വലിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് വനിതാ നിരസമൃദ്ധി പദ്ധതി. കാരണം കമ്പനി 50% സബ്സിഡിയോട് കൂടിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇപ്പൊ ഒരു വനിത വരുമ്പോ ഒരു വനിതയ്ക്ക് ഒരു വാർഡില് വെറും 12,500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബാലൻസ് 50% എന്ന് പറയുന്ന 12,500 രൂപ കമ്പനി തന്നെ അവർക്ക് കൊടുത്തുകൊണ്ട് 25,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് ഒരു വാർഡില് ഒരു വനിതയ്ക്ക് സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 12,500 രൂപയ്ക്ക് ഒരു വനിതയ്ക്ക് കിട്ടുമ്പോൾ ഒരു 190-200 കിലോയുടെ അത്ര പ്രൊഡക്റ്റ് ആ ഒരു വനിതയ്ക്ക് കിട്ടുന്നു. ആ ഒരു സംരംഭം അത് വിറ്റ് കഴിഞ്ഞാല് കിട്ടുന്നത് 37,500 ആണ്. അപ്പൊ ശരിക്കും അവരുടെ ലാഭം എന്ന് പറയുന്നത് 25,000 രൂപയാണ് അവരുടെ ലാഭം. അപ്പൊ അത്രയധികം മാർജിൻ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അക്വാ പീച്ച് ബൂസ്റ്റർ വനിതാ നിരസമൃദ്ധി പദ്ധതിയിലൂടെ എടുക്കുമ്പോൾ നടപ്പിലാക്കാൻ പറ്റുന്നത്. ഇനി ആ ഒരു വാർഡിൽ ഒരു സംരംഭം വരുമ്പോൾ ഒരു സംരംഭനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് വേണം, അല്ലെങ്കിൽ ഇത് ആളുകളോട് പറയണമെങ്കിലും സെയിലുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു രൂപത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വനിതാ സംരംഭക നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അവർക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട, അതിൽ നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്, അവരെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം നമുക്ക് നമ്മുടെ LC മാഡം എപ്പോഴും അവൈലബിൾ ആണ് കാര്യങ്ങൾ പറഞ്ഞു തരാൻ. കൂടാതെ ഇതുപോലുള്ള പബ്ലിക് മീറ്റിങ്ങുകളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അക്വാ പീച്ച് ബൂസ്റ്ററിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ് കമ്പനി തന്നെ പൈസ മുടക്കിക്കൊണ്ടാണ് അഡ്വർടൈസ്മെന്റ്. നമുക്കറിയാം ഒരു ഷൂട്ടിങ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ നമുക്ക് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ്, അഡ്വർടൈസ്മെന്റ് ഇതൊക്കെ തന്നെ കമ്പനി തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഓരോ വനിതാ സംരംഭകർക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത്രയും ഒരു റിസ്കും ഇല്ലാതെ നമ്മുടെ ഒരു ലേഡിക്ക് തുടങ്ങാൻ കഴിയാവുന്ന ഒരു സംരംഭമാണ് വനിതാ നിരസമൃദ്ധി പദ്ധതി. അത് മാത്രല്ല, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്രയധികം മാർജിൻ, അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 kg, ഇപ്പൊ 1 kg, 2 kg, 5 kg, 10 kg, 25 kg അങ്ങനെ ബാഗുകൾ പല ടൈപ്പ് ഓഫ് kgകളായിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 kgക്ക് 240 രൂപയാണ് നമ്മുടെ മാർക്കറ്റിൽ പ്രൈസ് വരുന്നത്. ഈ ഒരു MRP റേറ്റ് 240 രൂപയുള്ള ഒരു ഈ പ്രൊഡക്റ്റ് ഒരു വനിതയെ സംബന്ധിച്ചിടത്തോളം ഹോൾസെയിൽ പ്രൈസ് കമ്പനി കൊടുക്കുന്ന പ്രൈസ് 160 ആണ്. പക്ഷെ ആ ഒരു സംരംഭക വെറും 80 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നതാണ് ഏറ്റവും ഇതിന്റെ ഒരു എത്രയാണ് ഒരു 80% രൂപയ്ക്ക് കിട്ടുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ആണ് 240 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഭയങ്കര അധികം നമുക്ക് ഇതിന്റെ ഒരു മാർജിൻ. ഇത്രയും ഇപ്പൊ നമ്മളൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ ആവശ്യമുള്ളൊരു സാധനം, അല്ലെങ്കിൽ നമ്മളൊക്കെ നോക്കുന്ന കാര്യം നമുക്ക് എത്ര മാർജിൻ കിട്ടുന്നതാണ്. അപ്പൊ ഇത്രയധികം മാർജിൻ ആണ് നമ്മുടെ വനിതാ നിരസമൃദ്ധിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബ്യൂട്ടി. അതോടൊപ്പം ഒരു വനിതയ്ക്ക് ഇപ്പൊ ആരുടെ സഹായവും ഇല്ലാതെ ആരുടെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് തുടങ്ങാൻ കഴിയാവുന്ന ഒരു പദ്ധതി കൂടിയാണ് വനിതാ നിരസമൃദ്ധി. ഇപ്പൊ തന്നെ കേരളത്തിൽ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന 100 എണ്ണം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. വളരെ സന്തോഷത്തിലാണ് കമ്പനി. ചെറിയ രൂപത്തിലാണെങ്കിലും ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഓരോ വാർഡിലും ഓരോ വനിതകളായിട്ട് മാറുന്നത്. വെറും 12,500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് എഗ്രിമെന്റും അതോടൊപ്പം തന്നെ അക്നോളജ്മെന്റും കാര്യങ്ങളൊക്കെ ലീഗലി അവർ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണ് അവരവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു എമൗണ്ട് ആണ് നോക്കണ്ട, വലിയൊരു ബിസിനസ് പടുത്തുയർത്താൻ പറ്റാവുന്ന ഒരു പദ്ധതിയാണ് വനിതാ നിരസമൃദ്ധി പദ്ധതി.